Dear students, 4th semester BCom-ന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിലെ കോറിലേഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യ ചാപ്റ്ററാണ് കോറിലേഷൻ. അതിൽ മെഷേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോറിലേഷൻ, മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ, കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നീ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ ആദ്യ പാർട്ടാണ് ഇതിൽ വരുന്നത്. ഇൻട്രൊഡക്ഷൻ. ഇൻ പ്രാക്ടീസ് we may come across with lot of situations which need statistical analysis of either one or more variables. The data concerned with one variable only is called univariate data. ഒരു ചരം മാത്രം കൺസിഡർ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അതിന് നമ്മൾ ഏകചരം അല്ലെങ്കിൽ യൂണിവേരിയേറ്റ് ഡാറ്റ എന്ന് പറയും. For example, price, income, demand, production, weight, height, marks, etc. are concerned with one variable only. The analysis of such data is called univariate data. The data concerned with two variables are called bivariate data. രണ്ട് ചരങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ദ്വിചര ഡാറ്റ അല്ലെങ്കിൽ ദ്വിചര ദത്തങ്ങൾ, ബൈവേരിയേറ്റ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, റെയിൻഫോൾ ആൻഡ് അഗ്രികൾച്ചർ, ഇൻകം ആൻഡ് കൺസംഷൻ, പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ് എക്സെട്ര. അങ്ങനെ ഇതിലെല്ലാം രണ്ട് ചരങ്ങൾ അറ്റ് എ ടൈം എടുക്കുന്നുണ്ട്. റെയിൻഫോൾ ആൻഡ് അഗ്രികൾച്ചർ, ഇൻകം ആൻഡ് കൺസംഷൻ, പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. The analysis of these two sets of data is called bivariate analysis. അതായത് രണ്ട് ചരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം നിലനിൽക്കുകയും അത് നാം പഠനവിധേയമാക്കുകയും ചെയ്താൽ ആ പഠനത്തെയാണ് ബൈവേരിയേറ്റ് അനാലിസിസ്, ദ്വിചര വിശകലനം എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായി, ഒരു ഉൽപ്പന്നത്തിൻ്റെ പരസ്യത്തിൻ്റെ ചെലവും അതിൻ്റെ വിൽപ്പനയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാം. അതായത് പരസ്യത്തിൻ്റെ ചെലവ് കൂടുന്നതിനനുസരിച്ച് വിൽപ്പനയും കൂടുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വിലയും വിൽപ്പനയും തമ്മിലുള്ള ബന്ധം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം പഠനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ദ്വിചര വിശകലനം, ബൈവേരിയേറ്റ് അനാലിസിസ്. ദി ഡാറ്റ കൺസേൺഡ് വിത്ത് 3 or more variables are called multivariate data. For example, agricultural production is influenced by rainfall, quality of soil, fertilizers, etc. നേരത്തെ നമ്മൾ പറഞ്ഞത് the data concerned with one variable is called univariate data. The data concerned with two variables are called bivariate data. ഇപ്പോൾ നാം പറയുന്നത് 3 അതിൽ കൂടുതലോ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിനെ മൾട്ടിവേരിയേറ്റ് ഡാറ്റ എന്ന് പറയും, ബഹുചര ദത്തങ്ങൾ. For example, agricultural production is influenced by rainfall, quality of soil, fertilizer, etc. The statistical technique which can be used to study the relationship between two or more variables is called correlation analysis. The statistical technique which can be used to study the relationship between two or more variables is called correlation analysis. അപ്പോൾ രണ്ടോ അതിലധികമോ ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് പഠിക്കുന്നതാണ് സഹബന്ധ വിശകലനം, കോറിലേഷൻ അനാലിസിസ്. ഇപ്പോൾ ചരങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കും, ആ റിലേഷൻ്റെ തീവ്രതയെക്കുറിച്ച് പഠിക്കുന്നതാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. Two variables are said to be correlated if the change in one variable results in a corresponding change in the other variable. Two variables are said to be correlated if the change in one variable results in a corresponding change in the other variable. That is, when two variables move together, we say they are correlated. രണ്ട് ചരങ്ങൾ, ഒരു ചരത്തിലെ ചേഞ്ച്, വിലയിലുള്ള ചേഞ്ച് രണ്ടാമത്തെ ചരത്തിനെ
സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ആനുപാതികമായൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ അവ തമ്മിൽ കോറിലേറ്റഡ് ആണ്, സഹബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി റൈസസ്, the supply for that commodity also rises. അതുപോലെ on the other hand, if the price falls, the supply also falls. So supply and price move together. Supply and price move together എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് പ്രൈസും സപ്ലൈയും കോറിലേറ്റഡ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഡിമാൻഡും പ്രൈസും നോക്കിയാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പ്രൈസിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനനുപാതികമായിട്ട് ഡിമാൻഡിലൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പ്രൈസും ഡിമാൻഡും കോറിലേറ്റഡ് ആണ്. പക്ഷെ അവിടെ കോറിലേഷൻ ഒരു ഇൻവേഴ്സ് ഡയറക്ഷനിലാണ്. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, നോക്കാം. കോറിലേഷൻ: two or more variables are said to be correlated if the change in one variable results in a corresponding change in the other variable. Two or more variables are said to be correlated if the change in one variable results in a corresponding change in the other variable. The tendency of two or more groups or series, two or more groups or series of items to vary together directly or inversely. The tendency of two or more groups or series of items to vary together directly or inversely. നേരത്തെ പറഞ്ഞു സപ്ലൈയും പ്രൈസും അത് ഡയറക്റ്റ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ചിലപ്പോൾ അത് ഇൻവേഴ്സ് ആയിട്ടും വരാം. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് ഇൻവേഴ്സ് ഡയറക്ഷനിലുള്ള ഒരു വേരിയേഷനാണ്. അക്കോർഡിംഗ് ടു സിംപ്സൺ ആൻഡ് കാഫ്ക, കോറിലേഷൻ അനാലിസിസ് ഡീൽസ് വിത്ത് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. സിംപ്സൺ, കാഫ്ക അവരുടെ നിർവചനം, അവർ കോറിലേഷൻ നൽകിയ നിർവചനം ഇപ്രകാരമാണ്. എന്താണ്? കോറിലേഷൻ അനാലിസിസ് ഡീൽസ് വിത്ത് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അതുപോലെ മറ്റൊരാളുടെ ഏതാണ് ഡെഫിനേഷൻ താഴെ പറയുന്നുണ്ട്. കോറിലേഷൻ അനാലിസിസ് അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. കോറിലേഷൻ അനാലിസിസ് അറ്റംപ്റ്റ്സ് ടു ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് പഠിക്കുന്നതാണ് കോറിലേഷൻ അനാലിസിസ്, സഹബന്ധ വിശകലനം. അടുത്ത മറ്റൊരു ഡെഫിനിഷൻ: വെനെവർ സം ഡെഫിനിറ്റ് കണക്ഷൻ എക്സിറ്റ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് ഓർ സീരീസ് ഓഫ് ഡാറ്റ, ദർ ഈസ് സെഡ് ടു ബി കോറിലേഷൻ. When some definite connection exists between two or more groups or classes or series of data, there is said to be correlation. രണ്ടോ മൂന്നോ ഇനി അതിലധികമോ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്ലാസ്സസ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ഡാറ്റകൾ തമ്മിൽ ഒരു കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സഹബന്ധം ഉണ്ട്. ഇൻ നട്ട്ഷെൽ, ചുരുക്കി പറഞ്ഞാൽ, കോറിലേഷൻ അനാലിസിസ് ഈസ് ആൻ അനാലിസിസ് വിച്ച് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് exists between two or more variables. ഒരു കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത ഡിറ്റർമിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞത്. വിച്ച് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എക്സിറ്റ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. രണ്ടോ അതിലധികമോ ചരങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന, നിലനിൽക്കുന്ന ബന്ധത്തിൻ്റെ തീവ്രത ഡിറ്റർമിൻ ചെയ്യാൻ കോറിലേഷൻ അനാലിസിസ് സഹായിക്കുന്നു. കോറിലേഷൻ ആൻഡ് കോസേഷൻ. The word correlation usually implies cause and effect relationship. The word correlation usually implies cause and effect relationship. But correlation does not always imply cause and effect relationship. Usually implies cause and effect relationship. That is mutual interdependence. For example, a change in the price is the cause for a change in demand.
Change in the price is the cause for a change in demand. That is, there exists causal connection between the two variables. Causal connection means cause and effect relationship. A positive correlation between the increase in cigarette smoking and the increase in cancer may prove that one causes the other. But correlation does not always imply cause and effect relationship. For example, during the last decade, there has been a significant increase in the sales of newspapers and in the number of crimes. Increase in the sales of newspapers and increase in the number of crimes. That does not mean that there exists any correlation between sales of newspaper and crimes. There is no connection. Therefore, correlation does not always imply cause and effect relationship. Classification of correlation. There are different kinds of correlation. Positive and negative correlation, linear and non-linear correlation, simple, multiple and partial correlation. Correlation can be classified in different ways. The following are the most important classifications. First one, positive and negative correlation. Second, simple, partial and multiple correlation. Third one, linear and non-linear correlation. There are three types of correlation: positive and negative correlation, simple, partial and multiple correlation, linear and non-linear correlation. Positive correlation. When the values of the two variables move in the same direction, it is called positive correlation. In the other words, if an increase in the value of one variable results into an increase in the value of the other variable also, or if a decrease in the value of one variable results into a decrease in the value of the other variable also, it is called positive correlation. രണ്ട് ചരങ്ങളുടെ വിലകൾ ഒരേ ദിശയിൽ നീങ്ങുകയാണെങ്കിൽ ആ സഹബന്ധത്തെ പോസിറ്റീവ് സഹബന്ധം അല്ലെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നു. അതായത് ഒരു ചരത്തിൻ്റെ വിലകളിലുണ്ടാകുന്ന വർധനവ് മറ്റൊരു ചരത്തിൻ്റെ വിലകളിലുണ്ടാകുന്ന വർധനവിന് കാരണമാകും. അല്ലെങ്കിൽ രണ്ടും ഒരേ രീതിയിൽ വർദ്ധിക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ വില വർദ്ധിക്കുന്നതും അതിനനുസരിച്ച് രണ്ടാമത്തെ അതിൻ്റെ വിലകളിലും വർധനവുണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ചരത്തിൻ്റെ വിലകളിലുണ്ടാകുന്ന ഇടിവുകൾ മറ്റൊരു ചരത്തിൻ്റെ വിലകളിലും ഇടിവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷനാണ്. ഫോർ എക്സാമ്പിൾ, ജനറലി പ്രൈസ് ആൻഡ് സപ്ലൈ ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ബിക്കോസ് വെൻ പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വെൻ പ്രൈസ് കംസ് ഡൗൺ സപ്ലൈ ഫോളോസ്. പ്രൈസിൽ ഇടിവുണ്ടാകുമ്പോൾ സപ്ലൈയിലും ഇടിവുണ്ടാകുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫെർട്ടിലൈസർ, വളത്തിൻ്റെ ഉപയോഗവും ഉൽപ്പാദനവും വിലയും ലഭ്യതയും അതുപോലെ വരുമാനവും ചെലവും ഇതൊക്കെ പോസിറ്റീവ് കോറിലേഷനാണ്. അതായത് വളത്തിൻ്റെ ഉപയോഗം, ഉൽപ്പാദനം, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ അത് രണ്ടും പോസിറ്റീവാണ്. വളത്തിൻ്റെ ഉപയോഗം കൂട്ടുന്തോറും ഉൽപ്പാദനം കൂടാനുള്ള പ്രവണത കാണും. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസും സപ്ലൈയും. ഇനി മറ്റൊന്ന് വരുമാനവും ചെലവും, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. വരുമാനം കൂടുന്നതിനനുസരിച്ച് ചെലവും കൂടുന്നുണ്ട്. അപ്പോൾ വരുമാനവും ചെലവും ഒരു പോസിറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ഇത് പറഞ്ഞാൽ ഇതാണ്: രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഒരേ ഡയറക്ഷനിലാണ് മൂവ്മെൻ്റ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് വെൻ ദ വാല്യൂസ് ഓഫ് ദ ടു വേരിയബിൾസ് മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ, രണ്ട് ചരങ്ങളുടെ വിലകൾ ഒരേ ദിശയിൽ നീങ്ങുകയാണെങ്കിൽ ആ കോറിലേഷനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ചരത്തിൻ്റെ വാല്യൂസ് 10, 20, 30, 40, 50 ഇൻക്രീസ് ചെയ്യാണ്. 10, 20, 30, 40, 50 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് അത് വരുന്നത്. ബി എന്ന് പറയുന്ന ചരത്തിൻ്റെ വാല്യൂ അതുപോലെ തന്നെയാണ്. 80, 100, 150, 170, 200. അപ്പോൾ അതൊരു പോസിറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. ഇനി മറ്റൊന്ന് നോക്കാം. എക്സ് 78, 60, 52, 46, 38. എക്സ് എന്നുള്ള ചരത്തിൻ്റെ വാല്യൂസാണ് 78, 60, 52, 46, 38. വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂസ് 20, 18, 14, 10, 5. അതായത് എക്സ് 78 ആണെങ്കിൽ വൈ 20.
എക്സ് 60 ആണെങ്കിൽ വൈ 18, എക്സ് 52 ആണെങ്കിൽ 14. അപ്പോൾ ഇവിടെ എക്സ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, വൈയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. രണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഒരേ ഡയറക്ഷനിലാണ്. ഒന്നുകിൽ രണ്ടും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടും ഡിക്രീസ് ചെയ്യുന്നു. അടുത്ത നെഗറ്റീവ് കോറിലേഷൻ. Negative correlation, when the values of the two variables move in the opposite direction, it is called negative correlation. When the values of the two variables move in the opposite direction, it is called negative correlation or inverse correlation. Inverse correlation എന്ന് പറയും. In other words, if an increase in the value of one variable results into a decrease in the value of the other variable, or if a decrease in the value of one variable results into an increase in the value of the other variable, it is called negative correlation. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചരത്തിൻ്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് രണ്ടാമത്തെ ചരത്തിൻ്റെ വില ഇടിയുകയാണെങ്കിൽ, വിലയിൽ ഇടിവുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. Correlation between price and demand is said to be inverse or negative, because with a fall in price demand goes up, and with the rise in price demand comes down. Price increase ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് രണ്ട് ചരങ്ങളുടെ വിലകൾ വിരുദ്ധ ദിശകളിൽ അല്ലെങ്കിൽ വിപരീത ദിശകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങുകയാണെങ്കിൽ ആ കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷനാണ്. അതായത് ഒരു ചരത്തിൻ്റെ വിലകളിൽ ഉണ്ടാകുന്ന വർധനവ് അതിന് ആനുപാതികമായി രണ്ടാമത്തെ ചരത്തിൽ ഒരു ഇടിവുണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചരത്തിൻ്റെ വിലകളിൽ ഉണ്ടാകുന്ന ഇടിവിൻ്റെ തോതിനനുസരിച്ച് മറ്റൊരു ചരത്തിൻ്റെ വിലകളിൽ വർധനവുണ്ടാവുകയാണെങ്കിൽ നമ്മൾ പറയും അത് നെഗറ്റീവ് കോറിലേഷനിലാണെന്ന് പറയും. ആ ചരങ്ങൾ നെഗറ്റീവ് കോറിലേഷനിലാണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രതയും പ്രകാശത്തിൻ്റെ ഉറവിടത്തിൽ നിന്നുള്ള ദൂരവും, ആ പ്രകാശം വരുന്ന സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും പ്രകാശത്തിൻ്റെ തീവ്രത കുറയും. ഇപ്പോൾ ദൂരം കൂടുമ്പോൾ പ്രകാശ തീവ്രത കുറയും. അതുപോലെ പ്രൈസ്, ഡിമാൻഡ്, അതുപോലെ മർദ്ദവും വ്യാപ്തവും എന്നും പറയാം. അതെന്താണ്? പ്രഷറും വോളിയവും. PV = a കോൺസ്റ്റൻ്റ് എന്നൊക്കെയാണ്. പ്രഷറും വോളിയവും അതിൻ്റെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നെഗറ്റീവ് കോറിലേഷനിലാണ്. അപ്പോൾ നമുക്കിവിടെ ഇത് പറയാം, പ്രൈസും ഡിമാൻഡും നെഗറ്റീവ് കോറിലേഷനിലാണ്. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. രണ്ട് വേരിയബിൾസാണ്. എ എന്ന് പറയുന്ന വേരിയബിൾ 5, 10, 15, 20, 25 ഇൻക്രീസ് ചെയ്യാണ്. എ എന്ന് പറയുന്ന ചരത്തിൻ്റെ വിലകളിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. ബിയിലോ 18, 16, 10, 8, 6 അത് അങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ എ 5 ആണെങ്കിൽ ബി 18, 10, 16, എ 15 ആണെങ്കിൽ ബി 10, എയുടെ വാല്യൂ 20 ആകുമ്പോൾ ബി 8, എയുടെ വാല്യൂ 25 ആകുമ്പോൾ ബി 6. അപ്പോൾ എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ബി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്ത വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്നു, നെഗറ്റീവ് കോറിലേഷൻ. അതുപോലെ അടുത്ത ഒരു എക്സാമ്പിൾ, എക്സ് എന്നുള്ള ചരത്തിൻ്റെ വാല്യൂ 40, 32, 25, 20, 10 അങ്ങനെ ഡിക്രീസ് ചെയ്യുകയാണ്. വൈയിലാണെങ്കിൽ വൈ എന്ന ചരത്തിൻ്റെ വാല്യൂവിലൊരു ഇൻക്രീസ് ആണ് കാണുന്നത്. 2, 3, 5, 8, 12 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണത്. അപ്പോൾ ഇതും ഒരു നെഗറ്റീവ് കോറിലേഷന് എക്സാമ്പിളാണ്. Simple, partial and multiple correlation. Simple correlation. In a correlation analysis, if only two variables are studied, it is called simple correlation. Example, the study of the relationship between price and demand of a product or price and supply of a product is a problem of simple correlation. ഇപ്പോൾ രണ്ട് ചരങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത് എങ്കിൽ അത് സിമ്പിൾ കോറിലേഷൻ ആണ്. ഉദാഹരണമായിട്ട് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ അത് സിമ്പിൾ കോറിലേഷൻ ആണ്. അല്ലെങ്കിൽ പ്രൈസും സപ്ലൈ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷനാണ് പഠന വിധേയമാക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ കോറിലേഷൻ ആണ്. അപ്പോൾ രണ്ട് ചരങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠന വിധേയമാക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ കോറിലേഷൻ. അടുത്ത മൾട്ടിപ്പിൾ കോറിലേഷൻ. In a correlation analysis,
if 3 or more variables are studied simultaneously, it is called multiple correlation. ഇപ്പോൾ 2 ചരങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞു സിമ്പിൾ കോറിലേഷൻ. ഇവിടെ 3 അതിൽ കൂടുതലോ ചരങ്ങളെ അറ്റ് എ ടൈം പഠനവിധേയമാക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഇൻ എ കോറിലേഷൻ അനാലിസിസ്, if there are 3 or more variables, it is called multiple correlation. For example, when we study the relationship between the yield of rice with both rainfall and fertilizer together, it is a problem of multiple correlation. അപ്പോൾ മൾട്ടിപ്പിൾ കോറിലേഷനിൽ ഒരു വേരിയബിൾ എടുക്കും, ബാക്കിയുള്ളതെല്ലാം ചേർത്ത് രണ്ടാമതൊരു വേരിയബിളായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ 3 വേരിയബിൾസ് ഉണ്ട്. എന്താണ്? yield of rice, rainfall, fertilizer. അപ്പോൾ ഇവിടെ yield of rice ഒരു വേരിയബിൾ, റെയിൻഫോൾ, ഫെർട്ടിലൈസർ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹിയർ വി സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ yield of rice with both rainfall and fertilizers together. It is a problem of multiple correlation. Partial correlation. In a correlation analysis, we recognize more than 2 variables but consider one dependent variable and one independent variable and keeping the other independent variables as constant. 3 അതിൽ കൂടുതലോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ വേരിയബിൾസ് കൺസിഡർ ചെയ്യാം. അതിൽ ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായും മറ്റൊന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളായും. അതിനുശേഷം വരുന്ന വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, yield of rice is influenced both the amount of rainfall and the amount of fertilizer used. But if we study the correlation between yield of rice and the amount of rainfall by keeping the amount of fertilizers used as a constant, it is a problem of partial correlation. If we study the correlation between yield of rice and the amount of rainfall by keeping the amount of fertilizers used as constant, it is a problem of partial correlation. That is, in partial correlation, we study the relationship of one variable with one of the other variables, assuming that the other remaining variables are constant. Let there be 3 variables: yield, rainfall and temperature. Each is related with the other. Yield, rainfall and temperature. Each is related with the other. Then the relationship between yield and rainfall, assuming temperature is constant, is a problem of partial correlation. Linear and non-linear correlation. Linear and non-linear correlation. Linear correlation. In a correlation analysis, if the ratio of change between the 2 sets of variables is same, then it is called linear correlation. If the ratio of change between the 2 sets of variables is same, then it is called linear correlation. For example, when 10% increase in one variable is accompanied by 10% increase in the other variable, it is the problem of linear correlation. Linear correlation ആണെങ്കിൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ചരം, വൈ എന്ന് പറയുന്ന ഒരു ചരം, അവ തമ്മിലൊരു ലീനിയർ കോറിലേഷൻ ഉണ്ട് എങ്കിൽ ആ എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇപ്പോഴും എക്സ് എന്നുള്ള ചരം, എക്സ് എന്ന് പറയുന്ന ചരത്തിന് ഒരുപാട് വാല്യൂസ് ഇങ്ങനെ താഴെ താഴെ നമുക്ക് എഴുതാം. അതുപോലെ വൈക്ക് നമ്മൾ കുറേ വാല്യൂസ് എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ കേസിലും ആദ്യത്തെ എക്സ് വാല്യൂവും ആദ്യത്തെ വൈ വാല്യൂ തമ്മിലുള്ള റേഷ്യോ അത് തന്നെയായിരിക്കും രണ്ടാമത്തെ എക്സ് വാല്യൂവും രണ്ടാമത്തെ വൈ വാല്യൂ തമ്മിലുള്ള റേഷ്യോ. ആ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ദ 2 sets ഓഫ് വേരിയബിൾസ് ഈസ് സെയിം. ആ റേഷ്യോ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു ലീനിയർ കോറിലേഷൻ ആണെങ്കിൽ അവയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എക്സ് ഈക്വൽ ടു 10, 15, 30, 60. എക്സ് 10, 15, 30, 60. വൈ 50, 75, 180, 300. അപ്പോൾ ഇവിടെ എക്സും വൈ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 10:50, 1:5. ഇവിടെ 15:75, 1:5, 30:150,
1:5. 60:300 1:5. എല്ലാം 1:5 വരുന്നത്. അതായത് 10/50 1/5, 15/75 1/5, 30/150 1/5, 60/300 1/5. Or here y equal to 5x എന്ന് പറയാം. y equal to 5x. 5 × 10 50, 5 × 15 75, 5 × 30 150, 5 × 60 300. അപ്പോൾ y equal to 5x. അപ്പോൾ y equal to ax plus b എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ലീനിയർ കോറിലേഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഹിയർ the ratio of change between x and y is the same. When we plot the data in a graph paper, all the plotted points would fall on a straight line. Here there is a relation y equal to 5x. അപ്പോൾ ലീനിയർ കോറിലേഷനിൽ എപ്പോഴും അങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും. y equal to some x plus a constant എന്ന രൂപത്തിൽ എഴുതാൻ കഴിയും. ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആയിട്ടാണ് അത് വരുന്നത്. അടുത്ത നോൺ ലീനിയർ കോറിലേഷൻ അല്ലെങ്കിൽ കർവി ലീനിയർ correlation. Linear അല്ലാത്തത് non-linear correlation. In a correlation analysis, if the amount of change in one variable does not bring the same ratio of change in the other variable, it is called non-linear correlation. Linear correlation ആണെങ്കിൽ ആ റേഷ്യോ സെയിം ആയിരിക്കും. ഇവിടെ സെയിം റേഷ്യോ അല്ല എങ്കിൽ അത് non-linear correlation ആണ്. ഫോർ എക്സാമ്പിൾ x equal to 2, 4, 6, 10, 15. y 8, 10, 18, 22, 26. Here the change in the value of x does not being the same proportionate change in the value of y. ഇവിടെ ആദ്യത്തേലെ 2/8 എന്നാണ്, 1/4. 4/10 2/5 വരിക, റേഷ്യോ 2:5 എന്നാണ്. ഇവിടെ 6/18 ആണെങ്കിൽ 1/3 വരിക, 1:3. ഓരോന്നിനും ഓരോ റേഷ്യോ ആണ്. റേഷ്യോ പ്രപ്പോർഷണൽ അല്ല, ആ സെയിം പ്രപ്പോർഷണൽ അല്ല. അതായത് 2:8 1:4 എന്നുള്ള റേഷ്യോ ആണ്. ഇവിടെ വരുമ്പോൾ 1:3 6:18 എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ഒന്നാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് എക്സ് ഡസ് നോട്ട് ബീയിങ് ദ സെയിം പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് വൈ. Therefore this is a problem of non-linear correlation. This is the problem of non-linear correlation അല്ലെങ്കിൽ curvilinear. Non-linear എന്ന് പറയുന്ന പേരാണ് curvilinear. When we plot the data on a graph paper, the plotted points would not fall on a straight line. Straight line le points alla iva varunathu. In this case, the ratio of change fluctuates and never constant. അപ്പോൾ ലീനിയർ കോറിലേഷൻ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂസ് എല്ലാം ഒരു ഗ്രാഫ് പേപ്പറിൽ വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആയിട്ട് കിട്ടും. കർവി ലീനിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ ലീനിയർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനിലാവില്ല ആ പോയിന്റ്സ് കിടക്കുന്നത്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. Correlation between two variables can be measured by both graphic and algebraic method. Correlation between two variables can be measured by graphic methods and algebraic methods. First one, graphic methods. Graphic methods il rendanam undu. One scatter diagram, mattonna correlation graph. Graphic methods rendana, one scatter diagram, rendamathethu correlation graph. Adutha algebraic methods. Mathematical methods or statistical methods or coefficient of correlation methods. Algebraic methods എന്ന് പറയുന്ന പേരുകളാണ് mathematical methods or statistical methods or coefficient of correlation methods. അതിൽ മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് കാൾ-പിയേഴ്സൺസ് coefficient of correlation, രണ്ട് സ്പിയർമാൻസ് റാങ്ക് correlation method, മൂന്ന് concurrent deviation method. അപ്പോൾ scatter diagram, correlation graph are graphic methods. Algebraic methods are first one Karl-Pearson's coefficient of correlation, Spearman's rank correlation, concurrent deviation method. Scatter diagram. This is the simplest method for studying the correlation between variables. This is the simplest method for studying the correlation between variables. Under this method, all the values of the two variables are plotted in a chart in the form of dots. Therefore, it is also known as dot chart. By observing the scatter of the various dots, we can form an idea that whether the variables are related or not. Under this method, all the values of the two variables are plotted in a chart in the form of dots. അപ്പോൾ ബിന്ദുക്കൾ
രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ട് ചരങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഏറ്റവും ലളിതമായ രീതിയാണ് സ്കാറ്റർ ഡയഗ്രാം. ഇതിന് ഡോട്ട് ചാർട്ട് എന്നും പറയും, അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ ഏത് തരം കോറിലേഷനാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് തരം കോറിലേഷനാണ്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇനി കോറിലേഷൻ ഇല്ലേ, സീറോ കോറിലേഷൻ അല്ലെങ്കിൽ നോ കോറിലേഷൻ ആണോ എന്നൊക്കെ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് പറയാൻ കഴിയും. A scatter diagram indicates a direction of correlation and tells how closely the two variables under study are related. The greater the scatter of the dots, the lower is the relationship. ഈ ഡോട്ട്സ് അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണെങ്കിൽ അവ തമ്മിൽ റിലേഷൻഷിപ്പ് കുറവാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഡോട്ട്സ് നോക്കിയിട്ട് നമുക്കത് എത്രത്തോളം അവ തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ച് ഗ്രാഫുകൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് സ്കാറ്റർ ഡയഗ്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. സ്കാറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ഡയഗ്രം ഈസ് എ വിഷ്വൽ എയ്ഡ് ടു ഷോ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇറ്റ് ഈസ് എ വിഷ്വൽ എയ്ഡ്. സ്കാറ്റർ ഡയഗ്രം ഈസ് എ വിഷ്വൽ എയ്ഡ് ടു ഷോ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇവിടെ ആദ്യത്തേൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അവിടെ ബിന്ദുക്കളെല്ലാം മാർക്ക് ചെയ്തത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത് ലെഫ്റ്റ് ബോട്ടം നിന്ന് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോവാണ്, റൈറ്റിലേക്ക് ഉയർന്നു പോകുന്നു ബിന്ദുക്കളെല്ലാം. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് കോറിലേഷനാണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്, കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇവിടെയാണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്കാണ്, ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടമിലേക്കാണ് വരുന്നത്. ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടം. അപ്പോൾ ഇത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇവിടെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അടുത്ത് നോക്കാം. ഇവിടെ വാല്യൂസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒന്ന്, ഇവിടെ ഇങ്ങനെ മാറി ഓരോ പോയിന്റുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലല്ല, എന്നാൽ എല്ലാത്തിനും മുകളിലേക്ക് ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. എക്സ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത്. അതായത് ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്ന് റൈറ്റ് ടോപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻക്രീസിങ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതൊരു ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലാണെങ്കിൽ, രണ്ടാമത്തെ ഗ്രാഫിലാണെങ്കിൽ ഒരു ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷനാണ്. കാരണം ഇവിടെ എക്സിൻ്റെ വില ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ വൈയുടെ വില അങ്ങനെ ഡിക്രീസ് ചെയ്യാണ്. എക്സ് ചെറിയ വാല്യൂ വരുമ്പോൾ വൈ ഇവിടെ വരുന്നുണ്ട്. ആദ്യം വൈ വാല്യൂ ഇവിടെയാണ്, പിന്നീട് വൈ വാല്യൂ വീണ്ടും കുറഞ്ഞു. എക്സ് ഇങ്ങനെ കൂടി പോവുകയാണ്. അപ്പോൾ വൈ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ എക്സ് ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഈ വാല്യൂ കിട്ടി. എക്സ് 2 ആയിട്ട് കൂടുമ്പോൾ ഇവിടെ കിട്ടി. എക്സ് 3 ആയിട്ട് കൂടിയപ്പോൾ ഇവിടെ കിട്ടി. അങ്ങനെ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് വൈ ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റൊന്ന് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ സ്കാറ്റർ ഡയഗ്രം നോക്കിയിട്ട് നമുക്ക് കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ, ഏകദേശം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറയാൻ കഴിയും. അടുത്ത് ഇവിടെ നോക്കാം. പോസിറ്റീവ് കോറിലേഷൻ ആണ്, അങ്ങനെ ഇൻക്രീസ് ചെയ്യാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ അവ തമ്മിൽ വലിയൊരു ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതിന് പറയുന്നത് നമ്മൾ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. ഇവിടെയാണെങ്കിൽ ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. കാരണം ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. പക്ഷേ അത് തമ്മിൽ വലിയൊരു ബന്ധമൊന്നുമില്ല. കോറിലേഷൻ ഉണ്ട്, എന്നാൽ അവ തമ്മിൽ വളരെയധികം തീവ്രതയില്ല. തീവ്രത കുറഞ്ഞ കോറിലേഷനാണ്. അപ്പോൾ ഇതിന് ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഇവിടെ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ, ഇവിടെ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ഇവിടെ ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. ഇത് നെഗറ്റീവാണ്, താഴേക്കായതുകൊണ്ട് ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, ഇവിടെ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് ഇവിടെ നമുക്ക് നമ്മളിതിന് മുമ്പ് എന്തൊക്കെ ചെയ്തു? പെർഫെക്റ്റ് കോറിലേഷനാണ് കിട്ടിയത്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനോ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനാണ്. ലെഫ്റ്റ് ബോട്ടമിൽ നിന്ന് റൈറ്റ് ടോപ്പിലേക്ക് ഒരു ഒറ്റ സ്ട്രെയിറ്റ് ലൈനിലുള്ള പോലെ പോയിന്റ്സ് കിട്ടും. അതുപോലെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനിൽ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് റൈറ്റ് ബോട്ടമിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിട്ട് പോയിന്റ്സ് കിടക്കുകയായിരുന്നു. അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. പിന്നെ നമ്മൾ പഠിച്ച്
സ്കാറ്റർ ഡയഗ്രം കണ്ടത് എങ്ങനെയായിരുന്നു? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ കണ്ടു, പിന്നെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. പിന്നെ നമ്മൾ ചെയ്തത് ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, അതുപോലെ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ, പിന്നെ ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ, ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. അതിലൊന്നും ഉൾപ്പെടുന്ന രീതിയിലല്ല ഈ ഗ്രാഫ് കിടക്കുന്നത്. കുറേ ബിന്ദുക്കൾ ഇങ്ങനെ ചിതറി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നോ കോറിലേഷൻ, അതാണ് R=0. R എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ സൂചിപ്പിക്കുന്നതാണ് R. 0 ആണെന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0 ആണ്. കോറിലേഷൻ ഇല്ല. ഈ ബിന്ദുക്കൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഈ എക്സും വൈ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല എന്നാണ് നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോ കോറിലേഷൻ അല്ലെങ്കിൽ 0 കോറിലേഷൻ. അടുത്ത് മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്സ്. സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്സിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതിയാണ്, ഏറ്റവും ലളിതമായ രീതിയാണ് സ്കാറ്റർ ഡയഗ്രാം. അതുപോലെ ഇറ്റ് ഈസ് എ നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും വേണ്ട, നോൺ മാത്തമാറ്റിക്കൽ മെത്തേഡാണ്, ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. It is very easy to understand. It gives an idea about the correlation between variables even to a layman. ഏതൊരു സാധാരണക്കാരനും കോറിലേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അത് അത്രയും വളരെ എളുപ്പമാണിത് മനസ്സിലാക്കാൻ. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് എക്സ്ട്രീം ഐറ്റംസ്. അതുപോലെ മേക്കിംഗ് എ സ്കാറ്റർ ഡയഗ്രാം ഈസ് യൂഷ്വലി the first step in investigating the relationship between two variables. Making a scatter diagram is usually the first step in investigating the relationship between two variables. അപ്പോൾ ഇത്രയുമാണ് മെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. അടുത്ത ഡിമെറിറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. ഇറ്റ് ഗീവ്സ് ഓൺലി എ റഫ് ഐഡിയ അബൌട്ട് ദ കോറിലേഷൻ. കോറിലേഷൻ ഉണ്ടോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ഹൈ ഡിഗ്രി ആണോ, ലോ ഡിഗ്രി ആണോ, അത്രയൊക്കെ അറിയുള്ളൂ. കറക്റ്റ് എക്സാക്ട് ഇത്രയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഒരു ഡിമെറിറ്റ്. 2, ദ ന്യൂമറിക്കൽ മെഷർമെൻറ്റ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് അണ്ടർ ദിസ് മെത്തേഡ്. ന്യൂമറിക്കൽ മെഷർമെൻറ്റ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് അണ്ടർ ദിസ് മെത്തേഡ്. നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടില്ല. അതിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇത്രയാണ് എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടില്ല. ന്യൂമറിക്കൽ വാല്യൂ, ഒരു സംഖ്യാവില ലഭിക്കില്ല ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അടുത്ത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എസ്റ്റാബ്ലിഷ് ദ എക്സാക്ട് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. എത്രത്തോളം തീവ്രത ഉണ്ട് എന്ന് കൃത്യമായി ഈ സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയില്ല. അടുത്ത കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് 2 ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡും പിന്നെ ഒന്ന് കോറിലേഷൻ ഗ്രാഫ് മെത്തേഡാണ്. അപ്പോൾ ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ്? കോറിലേഷൻ ഗ്രാഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ദ ഇൻഡിവിജ്വൽ വാല്യൂസ് ഓഫ് ദ 2 വേരിയബിൾസ് ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ. Then dots relating to these variables are joined separately so as to get 2 curves. Under these curves, separate curves are drawn for the x variable and y variable on the same graph paper. ഇപ്പോൾ 2 സെപ്പറേറ്റ് കർവുകളാണ് വരയ്ക്കുന്നത്. എക്സ് വേരിയബിളിൻ്റെ ഒരു കർവ്, വൈ വേരിയബിളിൻ്റെ ഒരു കർവ് ഒരു ഗ്രാഫിൽ തന്നെ വരയ്ക്കാം. അതിനുശേഷം by examining the direction and closeness of the 2 curves, we can infer whether the variables are related or not. If both the curves are moving in the same direction, either upward or downward, correlation is said to be positive. If the curves are moving in the opposite direction, correlation is said to be negative. Merits of correlation graph method. Merits of correlation graph method. സ്കാറ്റർ ഡയഗ്രത്തിന് പറഞ്ഞാൽ അതേ മെറിറ്റ്സ് ഒക്കെ തന്നെയാണ് കോറിലേഷൻ ഗ്രാഫ് മെത്തേഡിനും ഉള്ളത്. ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. This does not require mathematical calculations. This method is very easy to understand. This is a simple method of studying relationship between the variables. അതുപോലെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും ഇവിടെ ആവശ്യമില്ല. അതുപോലെ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്കാറ്റർ ഡയഗ്രത്തിന് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അടുത്ത ഡിമെറിറ്റ്സ് ഓഫ് കോറിലേഷൻ ഗ്രാഫ്. ഡിമെറിറ്റ്സും ഏകദേശം അതൊക്കെ പോലെ തന്നെ. A numerical value of correlation cannot be calculated. നമുക്കൊരു സംഖ്യാവില ഇവിടെ കോറിലേഷന് കിട്ടില്ല. അതുപോലെ ഇറ്റ് ഈസ് ഓൺലി എ പിക്ടോറിയൽ പ്രസൻറ്റേഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇതൊരു ചിത്ര അവതരണം മാത്രമാണ് കിട്ടുന്നത്. വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ചിത്ര അവതരണം അല്ലെങ്കിൽ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എസ്റ്റാബ്ലിഷ് ദ എക്സാക്ട് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയബിൾസ്. ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൃത്യമായ തീവ്രത
ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്. സ്കാറ്റർ ഡയഗ്രാം പോലെ തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോറിലേഷൻ എന്താണെന്നും അതിൻ്റെ ഡെഫിനേഷൻ, പിന്നെ വിവിധ തരം കോറിലേഷനുകൾ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, പിന്നെ കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള രീതികളാണ്. അതിൽ 2 രീതിയാണ് പറഞ്ഞത്, ഗ്രാഫിക് മെത്തേഡും ഓൾജിബ്രൈക് മെത്തേഡും. ഗ്രാഫിക് മെത്തേഡിൽ 2 എണ്ണം പറഞ്ഞു, സ്കാറ്റർ ഡയഗ്രവും കോറിലേഷൻ ഗ്രാഫ് മെത്തേഡും. അത് 2ഉം കഴിഞ്ഞു. ഇനി 3 എണ്ണം വരുന്നുണ്ട്. ഓൾജിബ്രൈക് മെത്തേഡിൽ 3 എണ്ണമാണ് വരുന്നത്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അതിൽ വരുന്നത് എന്തൊക്കെയാണ്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വരുന്നുണ്ട്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്? കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ പെർഫെക്റ്റ് കോറിലേഷൻ എന്താണ്, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്താണ്, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്താണ്, സീറോ കോറിലേഷൻ എന്താണ്, അതെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.